الحمد لله وكفى وسلاما على عباده الذين اصطفى وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയത് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഇതിൽ നല്ലോണം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ ബഹുമാനമുള്ള ഹളറത്തിൽ അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്താണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. ആവർത്തിച്ച് പറഞ്ഞു, അലാ എന്ന് തംബീഹാക്കിയതിന് ശേഷം തേക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, അലാ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. മഹബത്തില്ലാത്തവന് ഈമാന് തന്നെ ഇല്ല. ലാ ഈമാന, ഈമാൻ ലവലേശം ഇല്ല എന്ന സാധനം തന്നെ ഇല്ല മഹബത്തില്ലാത്തവന്. മൂമിനാണെന്ന് പറയാൻ അവന് അവകാശമില്ല. അപ്പോൾ മഹബത്ത് എന്നുള്ളതാണ് മനുഷ്യൻ്റെ എല്ലാ വിജയത്തിൻ്റെയും രക്ഷയുടെയും അടിസ്ഥാനം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്ത്, ആ മഹബത്തിനെ കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കുവാൻ സാധിക്കും. മണിക്കൂറുകൾ നമുക്ക് തുടരെയായി പ്രസംഗിക്കുവാനും എഴുതുവാനുമെല്ലാം നമുക്ക് സാധിക്കും. പക്ഷെ ആ മഹബത്ത് അനുഭവിക്കുക, അത് ഹൃദയത്തിൽ രൂഢമൂലമാവുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾക്ക് മഹാനായ ശൈഖുനായിൽ നിന്നാണ് അത് അനുഭവമായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. മഹബത്ത് എന്താണെന്നും ആ മഹബത്ത് ഹൃദയത്തിലുണ്ടായാൽ അതിൻ്റെ ആസാറുകൾ എന്തൊക്കെയാണെന്നും എല്ലാം ശൈഖുന നമുക്ക് കാണിച്ചു തന്നു. വെറും ക്ലാസ് എടുത്തു തന്നത് മാത്രമല്ല, അവിടുത്തെ അവസ്ഥയാണ് ഏറ്റവും വലിയ നമുക്ക് വഴികാട്ടി. അവിടുത്തെ വാക്കുകൾ കൊണ്ട് നമ്മൾ അറിഞ്ഞതിനേക്കാളും വിഷയങ്ങളാണ് മഹാനായ ശൈഖുനായുടെ ഓരോ അവസ്ഥകളിൽ നിന്നും, ചലനങ്ങളിൽ നിന്നും, അടക്കങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് പകർത്താൻ സാധിച്ചത്. നേരത്തെ നമ്മളെ സുന്നി ഫൈസി അവർകൾ പറഞ്ഞതുപോലെ ശൈഖുനായുടെ ആദ്യകാലത്തെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. ശൈഖുനാന്റെ ഖാദിമക്കായിരുന്നു. അല്ലാഹു തആല അവർക്ക് നല്ല ആഫിയത്തും ഇസ്സത്തും നൽകട്ടെ. നമ്മുടെ എല്ലാ വിജയങ്ങളും മഹാനായ ശൈഖുനായിൽ നിന്നാണ് എന്ന് മഹാനവർകൾ പറയുകയുണ്ടായി. അത് തികച്ചും യാഥാർത്ഥ്യമാണ്. എന്തെല്ലാം നേട്ടങ്ങൾ നമുക്കുണ്ടോ അത് മുഴുവനും മഹാനായ ശൈഖുനായിൽ നിന്നാണ് നമുക്ക് പകർന്നു കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധം എപ്പോഴും നിലനിർത്തി തെരുമാറാകട്ടെ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, ശബ്ദത്തിന് കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട്. ഇവിടെ നല്ല നല്ല പ്രഭാഷകന്മാരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി അവരുടെ പ്രഭാഷണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ശൈഖുനാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ശൈഖുനെ വളരെയധികം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരാളാണ് ഫാറൂഖ് നൈമി അവർകൾ. അല്ലാഹു തആല അവർക്ക് നല്ല ആഫിയത്തോടുകൂടെ, തൗഫീഖോടുകൂടെ, ഇസ്സത്തോടുകൂടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരുടെ പ്രഭാഷണം അല്ലാഹു തആല നല്ല ബർക്കത്തുള്ളതാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.